സംസ്ഥാനം നേരിട്ട വൻ പ്രളയങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി ഉപജീവന മാർഗമായ വള്ളങ്ങളും കൊണ്ട് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പതിനായിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയ സേന. പക്ഷേ അവരിൽ ഒരാളെ കാണാതായാൽ ആ നോവ് കേരളം ഏറ്റെടുക്കുന്നുണ്ടോ? നമ്മുടെ ഭരണാധികാരികൾ, സംവിധാനങ്ങളൊക്കെയും ആ നിലയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? അതോ അവർക്ക് അതൊക്കെ വെറും ബോഡികളാണ്? മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും കൊല്ലത്തുമൊക്കെ വലിയ പ്രതിഷേധങ്ങളാണ് നമ്മൾ കാണുന്നത്. ദുരന്തമുഖത്ത് വലിയ വേദനയായി മാറുകയാണ് ആ കരച്ചിലും അവരുടെ പരാതികളും. അഞ്ചുതെങ്ങിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഷിജിനെ കാണാതായിട്ട് 8 ദിവസമായി. തെരച്ചിലിന് കാര്യക്ഷമമായ നടപടി ഉണ്ടാകുന്നില്ല എന്ന് കാട്ടിയാണ് കുടുംബം പ്രതിഷേധിക്കുന്നത്. ഷിജിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇന്ന് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അത്. നിലവിളിച്ചും കണ്ണീരൊഴുക്കിയും അവരുടെ ആ പ്രതിഷേധം, അതും മഴ നനഞ്ഞില്ല കുഞ്ഞുങ്ങളുമായുള്ള ആ ഇരിപ്പ് ഏതൊരു മനുഷ്യന്റെയും കരളലിയിപ്പിക്കും. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരം ലഭിക്കുന്നതുവരെ തങ്ങൾ റോഡിൽ നിന്ന് മാറില്ല എന്നാണ് കുടുംബം പറഞ്ഞത്. ശക്തമായ മഴയിലും കുടുംബം റോഡിൽ തന്നെ കുത്തിയിരുന്നു. ഷിജിനെ കണ്ടെത്തുമെന്ന വാക്ക് മാത്രം പോരാ, അത് നടപ്പാക്കണമെന്നാണ് ആ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. തന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നതിനായി നടപടികൾ ഉണ്ടാകുന്നതുവരെ കുഞ്ഞുങ്ങളുമായി റോഡിൽ തന്നെ ഇരിക്കുമെന്ന് ഷിജിന്റെ ഭാര്യ പറഞ്ഞു. തങ്ങൾക്ക് അധികാരികളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി ലഭിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മന്ത്രി വന്ന് അവർ പറയുന്ന വാക്ക് എനിക്ക് തൃപ്തികരമല്ല, അവർ തന്ന മറുപടി എനിക്ക് തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും ഈ സമരം തുടരും. ഇതുപോലെ ആയിരിക്കൂല ആ സമരം ഇതുപോലെ ആയിരിക്കത്തില്ല എന്ന് മാത്രം മന്ത്രി അറിഞ്ഞാൽ മാത്രം മതി. ഞങ്ങൾ അഞ്ചുതെങ്ങ് മൊത്തം ഇളകും. ഇതുപോലെ ആയിരിക്കും. എന്തെങ്കിലും ഒരു അടിയന്തര സഹായം, ഏറെ നേരം ഈ പ്രതിഷേധം നീണ്ടു. ജൂലൈ 31 രാത്രി 9 മണിയോടെയാണ് അഞ്ചുതെങ്ങ് പുത്തൻമണ്ണ് സ്വദേശി ജോസിന്റെ വള്ളത്തിൽ മടങ്ങുന്നതിനിടെ അഴിമുഖ മുനമ്പിലെ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് ഷിജിനെ കാണാതായത്. പിന്നാലെ മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഷിജിന്റെ കൂടെ കാണാതായ മറ്റൊരാളുടെ മൃതദേഹം ഇതിനോടകം തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്ന് 3 മണിക്കൂറിലേറെ ഈ പ്രതിഷേധം, നമ്മൾ നേരത്തെ കണ്ട പ്രതിഷേധം തുടർന്നു. റോഡ് ഉപരോധം പിന്നീട് അവർ അവസാനിപ്പിച്ചു. മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട ഷിജിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധം അധികൃതരുടെ ഉറപ്പിലാണ് അവർ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി CP ജോൺ കുടുംബാംഗങ്ങളുമായും ഇടവക വികാരിയുമായും ചർച്ച നടത്താമെന്ന ഉറപ്പിലാണ് ഇപ്പോൾ ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഷിജിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും വ്യക്തമാക്കിയിരുന്നു. അതാണ് നമ്മൾ കേട്ടത്. ഇനി ഇങ്ങനെ ആയിരിക്കില്ല എന്നത് അവർ എല്ലാ പ്രതീക്ഷയും നശിച്ച അവസരത്തിൽ പറയുകയാണ്. വലിയ ഒരു നഷ്ടം സംഭവിച്ച വീട്ടുകാരാണ്, ബന്ധുക്കളാണ്, ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അവർക്ക് ആ സമയവും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഭർത്താവ് ജീവനോടെയുണ്ടോ? എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ, അത് കണ്ടെത്തണം എന്നതാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത്. പക്ഷേ അവർ വിചാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവർക്ക് തൃപ്തി വരുന്ന നിലയിലോ ആ തെരച്ചിൽ നടപടികൾ നടക്കുന്നില്ല എന്നതാണ് അവരുടെ പരാതി. വലിയ അലംഭാവം അക്കാര്യത്തിൽ ഉണ്ട് എന്നതാണ് അവരെ വേദനിപ്പിക്കുന്നത്. അതാണ് വലിയ വേദനയിലും വലിയ ദുഃഖത്തിലും അവരെ തെരുവിൽ പ്രതിഷേധിക്കുന്നതിലേക്ക് തള്ളിവിടുന്ന ഘടകം. ഇത് നമ്മൾ കണ്ടത് മുതലപ്പുഴയിലെ കാഴ്ചകളാണ്. അതേ ദിവസം തന്നെ വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മറിഞ്ഞ് ജോണിനെ കാണാതായി. കോസ്റ്റ് ഗാർഡിന്റെയും മറ്റ് രക്ഷാസംഘങ്ങളുടെയും നേതൃത്വത്തിൽ
തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് 8ാം ദിവസമാണ് തുടരുന്നത്. അതിനിടെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആരോപണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. തെരച്ചിൽ തൃപ്തികരമല്ലെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ സമയോചിതമായി ഇടപെട്ടില്ല എന്നും ജോണിന്റെ മകൾ ജിജി ആരോപിച്ചു. ജോണിന്റെ മകളുടെ ശബ്ദം, പരാതി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു. ഇന്നും അവർക്ക് പരാതി പറയേണ്ടി വന്നിരിക്കുകയാണ്. കളക്ടറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും നിരാശയാണ് ഫലം എന്നതാണ് ജിജി പറയുന്നത്. തങ്ങൾ ആവശ്യപ്പെടുന്നത് എഴുതി നൽകാനാണ് കളക്ടർ പറയുന്നത്. അത് എഴുതേണ്ടത് തങ്ങളാണെങ്കിൽ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർ എന്നതാണ് അവർ ചോദിക്കുന്നത്. ഇതുവരെ നടന്ന തെരച്ചിൽ ഫലപ്രദമല്ല എന്ന് ജോണിന്റെ കുടുംബം പറയുന്നു. 2 എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് വെറും 1.5 മണിക്കൂർ മാത്രമാണ് പരിശോധന നടത്തിയതെന്ന് അവർ വിമർശിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പരാമർശവും തൊഴിലാളി സമൂഹത്തെ വേദനിപ്പിച്ചതായി ജിജി പറഞ്ഞു. മുൻപ് തീരപ്രദേശത്ത് പോയപ്പോഴുള്ള അവസ്ഥയറിയാമല്ലോ എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്നതാണ് എന്നതാണ് ജിജി പറയുന്നത്. അതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിക്കാൻ എല്ലാവരും എത്താറുണ്ടെന്നും ദുരന്ത സമയത്ത് അതേ പരിഗണന ലഭിക്കുന്നില്ല എന്നുമാണ് ജിജി പറയുന്നത്. അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ ശക്തമായ രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പറയുകയാണ് ആ കുടുംബം. അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല എന്നതാണ് അവരെ വേദനിപ്പിക്കുന്നത്. മണിക്കൂറുകളോളം കടലിൽ ജീവൻ രക്ഷിക്കാൻ പൊരുതിയ ശേഷമാണ് മറ്റു മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടതെന്നും ഇത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച വ്യക്തമാക്കുന്നതാണ് എന്നും ജിജി പറയുന്നു. മാത്രവുമല്ല, ഫിഷറീസ് മന്ത്രിയോ മറ്റു മന്ത്രിമാരോ തങ്ങളെ ഒന്ന് വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നും ആ കുടുംബം ആരോപിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന ഈ 2 കുടുംബത്തിനും ഒരേ ദിവസമാണ് അപകടം സംഭവിക്കുന്നത്. ആ 2 കുടുംബത്തിന്റെയും പരാതികൾ ഒന്നാണ്. കാര്യക്ഷമമായ പരിശോധനയിൽ നടക്കുന്നില്ല എന്നതാണ്. ഈ ജോണിന്റെ കുടുംബം പറയുന്നത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് എത്രയോ ദൂരം മാത്രമാണ് ഇപ്പോൾ സർക്കാർ പരിശോധന നടത്തുന്നത്. അതിൽ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ പരിശോധന നടത്തണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സംയോജിതമായിട്ടുള്ള നീക്കം വേണം. പക്ഷെ അതിനൊന്നുമുള്ള ഒരു തരത്തിലുള്ള നീക്കങ്ങളും നടക്കുന്നില്ല എന്നതാണ് ഈ കുടുംബത്തിന്റെ ആക്ഷേപം. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനോട് ആ കുട്ടി അതെല്ലാം വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ 31 വിഴിഞ്ഞത്ത് വെച്ച് മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ ജോണിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജോണിന് വേണ്ടിയുള്ള തെരച്ചിൽ. പക്ഷേ ഇപ്പോഴും ജോണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റ് ഗാർഡുമൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ജോൺ എവിടെ എന്നതിന് മാത്രം ഇപ്പോഴും കൃത്യമായൊരു ഉത്തരമില്ല. ഇപ്പോൾ ഈ കുടുംബാംഗങ്ങൾ തന്നെ ജോണിൻ്റെ 3 മക്കൾ എന്നോടൊപ്പം ചേരുന്നു. ജിനു, ജിജിൻ, ജിത്തു. 7 ദിവസം കഴിഞ്ഞു, 8ാം ദിവസത്തിലേക്ക് കടക്കും. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവസാനമായിട്ട് പറയുന്നൊരു കാര്യം? നമ്മൾ തെരച്ചിലിന് വേണ്ടിയിട്ട് ഒരു 2 ദിവസം മുമ്പ് ഫിഷറീസ് ഡോക്ടർ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിപ്ലൈ ആ സമയത്ത് തന്നില്ല. അതിനുശേഷം ഇപ്പം നമ്മൾ ഇന്ന് കളക്ട്രേറ്റിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായപ്പോഴത്തേക്കും പിന്നെ കോസ്റ്റ് ഗാർഡ് 2 ദിവസം മുമ്പ് പറഞ്ഞതും നമ്മൾ അഷ്യൂരിറ്റി തന്നിട്ടാണ് വിട്ടത്. പക്ഷെ നമുക്ക് ആ ഏരിയൽ സെർച്ചൊക്കെ നടന്നത് തന്നെ ഒരു 1.5 hours മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. അതും ഇത്ര ദൂരത്തെ കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ആ 1.5 hour മാത്രമാണ് എയർലൈൻ്റെ ടൈം അവർക്ക് അവിടെ ഉണ്ടായിരുന്നത്. അവരവിടെ നാഗർകോവിൽ സഹിതം അവർ അത് ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ അത്രയും സ്പീഡിലാണ് അവരവിടെ പോയതും തിരിച്ചു പോയതും. 1.5 മണിക്കൂർ കൊണ്ട്
മണിക്കൂറേ ആ ഏരിയൽ സെർച്ച് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എയർക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നമ്മളിവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാക്ക് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് അവർക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞത് അത്രയും അങ്ങനെ സാധാരണ ചെയ്യുന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് റിപ്ലൈ തന്നത്. മാത്രമല്ല നമുക്കത് എഫിഷ്യൻ്റ് ആണെന്ന് തോന്നിയില്ല. ഇതല്ല ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ. അപ്പം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോഴാണ് നമ്മളത് ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇതുവരെയും ഒരു ഓഷനിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിനെ ഹെൽപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊസീജിയർ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടോ അച്ഛനോ? കടലിൽ പോകുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഇങ്ങനെ പെട്ടിട്ടുണ്ടാകും. പപ്പ ഇതിനു മുമ്പ് 2 times ഇതുപോലെ പെട്ടിട്ടുണ്ട്. അപ്പം പപ്പയെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും പപ്പ തിരിച്ചു വരും. അപ്പോൾ വരുന്നവരെ വെയിറ്റിംഗ് ആണ്. പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരോട് ഇത്രയും നമ്മൾ ഹെൽപ്പ് ആവശ്യപ്പെടുന്നത്, ഇവരോട് ഇത്രയും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പം PhD ചെയ്യാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള, കാരണം നിങ്ങൾ നേവിയുടെ അടക്കം സഹായം തേടിയിരുന്നു അല്ലേ? നേവിയുടെ അടക്കം നമുക്കിവിടെ ഒരു ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, കരിങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ പുഷ്പ വിൻസെന്റ്, അദ്ദേഹം ഞങ്ങളെ ഒരുപാട്, ഞങ്ങൾ അവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വരെയും അവരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചോദിക്കണം. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ അപ്ഡേറ്റും അദ്ദേഹം നമ്മുടെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതേ ആൾ തന്നെ ഒരു വിൻസെന്റ് ഉണ്ട്, വിൻസെന്റ് MLA. അയാൾ ഞങ്ങളോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പപ്പയുടെ കൂടെ തിരിച്ചു വന്നവർ പപ്പയെ തേടി സെർച്ചിന് വേണ്ടിയിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും തൊട്ടടുത്ത ദിവസം തന്നെ അവരവരുടെ ലൈഫ് പോലും ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ആൻസൈറ്റിയിൽ നിന്ന് അവർ പുറത്തു വന്നിട്ടുണ്ടാകത്തില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അവർ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് വീണ്ടും അവർ സ്വന്തം കാശിൽ പോവുകയാണ്, ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ, ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെ. പക്ഷെ അങ്ങനെ പോയവർ എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഈ MLA വിൻസെന്റ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ വർക്ക് എന്ന് പറയുന്നത് കണ്ട കല്യാണ വീടുകളോ അല്ലെങ്കിൽ മരണ വീടുകളോ കയറി ഇറങ്ങുന്നത് മാത്രമല്ല, ഒരാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ആ പൊളിറ്റിക്കൽ വർക്ക്. അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഇത്രയും കാലം ഭരിച്ചു എന്നുള്ളത് തന്നെ വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്. പിന്നെ ഇന്നലെ നമുക്കൊരു മകളാണ് ന്യൂസ് 18നോട് സംസാരിക്കുന്നത്. ഏറ്റവും അപകട സമയത്ത്, ഏറ്റവും ദുർഘടമായ സമയത്ത് ഒരു സഹായം കിട്ടുക എന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നതെന്നാണ് ആ മകൾ പറയുന്നത്. ഒപ്പം ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എണ്ണി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തെരച്ചിൽ ആ കുടുംബാംഗങ്ങളുടെ പോലും അല്ലെങ്കിൽ അവർക്ക് പോലും ഒരു തൃപ്തി നൽകുന്നതല്ല. കൃത്യസമയത്ത് ഇടപെടൽ ഉണ്ടാകുന്നില്ല, വളരെ വൈകുന്നു, അലംഭാവം ഉണ്ടാകുന്നു എന്ന പരാതിയാണ്. കൊല്ലത്തും സമാനമായ പരാതി ഇന്നലെ നമ്മൾ കണ്ടതാണ്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് തെരച്ചിൽ അവിടെ ഊർജിതമാക്കി. ഹെലികോപ്റ്ററിൽ തെരച്ചിൽ നടന്നു, ഡ്രോൺ പരിശോധനയൊക്കെ നടന്നു. പക്ഷേ ഇതൊക്കെ പരാതിപ്പെട്ടിട്ട് ആ വേദനയിൽ നിൽക്കുന്നവർ വന്ന് ഇതുപോലെ പ്രത്യക്ഷമായ പ്രതിഷേധങ്ങളിൽ ഏർപ്പെട്ടിട്ട് മാത്രം നടക്കേണ്ടതാണോ? ബോട്ടുകളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്നത്തെ പോലെ ഊർജിതമായ ഒരു തെരച്ചിൽ എന്തുകൊണ്ട് മുൻ ദിവസങ്ങളിൽ ഉണ്ടായില്ല എന്നതാണ് ചോദ്യം. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞാണ് ഗൗതം കൃഷ്ണയെ കാണാതാകുന്നത്. ഈ തെരച്ചിൽ ഫലം കാണാത്തതിനെ തുടർന്നാണ് അമ്മ രേഷ്മ ഇന്നലെ നീണ്ടകരയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പോലീസും ഫിഷറീസ് ഉദ്യോഗസ്ഥരും ആദ്യം രേഷ്മയുമായി നടത്തിയ ചർച്ച ഫലം കണ്ടില്ല. പിന്നീട് തെരച്ചിൽ നടത്തുന്നതിൽ കുടുംബം ആവശ്യമുന്നയിക്കാൻ വൈകി എന്ന ഉദ്യോഗസ്ഥരുടെ പരാമർശമുണ്ടായി. അതിൽ വലിയ പ്രതിഷേധം അമ്മയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെ അമ്മ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കുത്തിയിരുന്ന് പ്രതിഷേധം തുടർന്ന രേഷ്മയുമായി വീണ്ടും ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. ഇന്ന് ഏറ്റവും ശക്തമായ തെരച്ചിലുണ്ടാകും എന്ന ഒരു ഉറപ്പിലാണ് ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഉദ്യോഗസ്ഥർക്ക് അതനുസരിച്ചുള്ള നിർദ്ദേശം നൽകിയതായി മന്ത്രി അബ്ദുൾ ഗഫൂർ പിന്നീട് വ്യക്തമാക്കി. കൊല്ലം കമ്മീഷണറുമായി സംസാരിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു. അങ്ങനെയുള്ള ഉറപ്പുകളെ തുടർന്നാണ് ഇന്നലെ ആ പ്രതിഷേധം അവസാനിച്ചത്. ഇന്ന് ഊർജിതമായ തെരച്ചിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സേനയാണ്, അഭിമാനമാണ്. അവരിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ വേണം. കഴിഞ്ഞ ദിവസമാണ് ദുരന്തമുഖത്ത് 2 ജീവൻ രക്ഷിച്ച് മരണത്തിന് കീഴടങ്ങിയ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുവന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായുള്ള കാര്യം വ്യക്തമാകുന്നത്. ഒരു ആംബുലൻസിൽ ഒരു സംവിധാനവുമില്ലാതെ ആ മൃതദേഹം ഈ തിരുവനന്തപുരത്തേക്ക് അയക്കുകയായിരുന്നു. മൊബൈൽ മോർച്ചറി ഉറപ്പാക്കാതെയായിരുന്നു ആ നടപടി ചെയ്തത്.
അത് ആ കുടുംബം പരാതിയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും എത്ര വലിയ അനാസ്ഥയും അനാദരവുമാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം, അല്ലെങ്കിൽ നമ്മുടെ കരുത്ത്, ശക്തി എന്നൊക്കെ പറയാം. ആ മനുഷ്യർക്ക് അവരുടെ അപകട സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ കരുതിയില്ല എങ്കിൽ പിന്നെ ആരെയാണ് കരുതുക? അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് യാതൊരു ന്യായീകരണവുമില്ല. ഈ 3 കുടുംബങ്ങളുടെ കണ്ണീരെന്ന് പറയുന്നത് അത് കേരളത്തിന് നാണക്കേടാണ്. ഏറ്റവും ശക്തമായ ഇടപെടലുകളും തെരച്ചിലും ഒക്കെ ഉണ്ടാകേണ്ടുന്നതാണ്. മാത്രവുമല്ല, മന്ത്രിമാരുടേതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ പോലും വളരെ വേദനിപ്പിക്കുന്നതാണ്, അനാദരവാകുന്നതാണ്, അവരുടെ വിഷമങ്ങൾ ഉൾക്കൊള്ളാത്തതാണ്. അപ്പോൾ അതിലൊക്കെ കരുതൽ വേണം, സർക്കാരിനായാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കായാലും. അതാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തായാലും വളരെ ഊർജിതമായ തെരച്ചിൽ നടക്കട്ടെ, അവരെ കണ്ടെത്താനാകട്ടെ എന്ന് ആശിക്കുകയാണ്. ആ കുടുംബം ഇപ്പോഴും, ആ ഓരോ കുടുംബവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.